എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2026 കീം എക്സാം സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള അപ്ഡേറ്റുകളും അറിയിപ്പുകളും യഥാസമയം നിങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ കീം എക്സാമിൽ എനിക്ക് എത്ര റാങ്കുകളിലേക്ക് എത്തുവാൻ സാധിക്കുമെന്ന് ഒരുപാടധികം കുട്ടികൾ കഴിഞ്ഞ വീഡിയോകളുടെ കമൻറ്റ് ബോക്സിലായിട്ട് നിരന്തരമായി ചോദിക്കുന്നുണ്ട്. കീം എക്സാമിൻ്റെ റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ വച്ചാണ്. ഒന്നാമത്തത് +2 മാർക്ക്, രണ്ടാമത്തത് കീം എക്സാമിൻ്റെ മാർക്ക്, മൂന്നാമത്തെ കാര്യം എന്തെന്നാൽ സ്റ്റാൻഡേർഡൈസേഷൻ എന്നൊരു പ്രോസസ്സാണ്. ഇതിൽ കീം എക്സാമിന് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ 600 മാർക്കിനുള്ള 150 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഒരു ചോദ്യം ശരിയായാൽ 4 മാർക്ക് വീതം ലഭിക്കും. ഇപ്പോൾ +2 പരീക്ഷ അത്ര നന്നായിട്ട് എഴുതുവാൻ സാധിച്ചിട്ടില്ലാത്ത ചില കുട്ടികൾ ചോദിച്ചു, കീം എക്സാമിന് എത്ര മാർക്ക് മേടിച്ചാൽ നല്ല റാങ്കുകളിലേക്ക് എത്തുവാൻ സാധിക്കുമെന്ന്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൃത്യമായി പറയുവാൻ സാധിക്കുകയില്ലെങ്കിലും ഒരു 75 ചോദ്യങ്ങളെങ്കിലും കറക്റ്റ് ആയാൽ 300 മാർക്കുകളിലേക്ക് കീം എക്സാമിൽ എത്തുവാൻ സാധിക്കും. അങ്ങനെ കിട്ടിയാൽ നല്ല റാങ്കുകളിലേക്ക് തന്നെ നിങ്ങൾക്ക് എത്തുവാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ ഘടകമായ +2 മാർക്കിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് കീം എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് പ്രധാനമായിട്ടും വേണ്ടത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻസ്, ഓരോ ചാപ്റ്ററുകളുടെയും പ്രധാനപ്പെട്ട ഇക്വേഷൻസ്, ചോദ്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ കോളേജ് ദോസ് എന്ന പ്ലാറ്റ്ഫോം അവരുടെ സ്വന്തം വാട്സപ്പ് ബോട്ടിലൂടെ നൽകുന്നുണ്ട്. ബോട്ടിന് ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി പരമാവധി എല്ലാ കുട്ടികളും യൂസ് ചെയ്യുവാൻ ശ്രമിക്കുക. +2 മാർക്ക് സംബന്ധിച്ച് കഴിഞ്ഞ വർഷങ്ങളിൽ വ്യത്യസ്തമായി ഈ വർഷം 5:3:2 എന്നൊരു പ്രപ്പോർഷനിലാണ് എടുക്കുന്നത്. അതായത് മാത്സിൻ്റെയും ഫിസിക്സിൻ്റെയും മാർക്കുകളാണ് കൂടുതൽ പരിഗണിക്കുന്നത്. ഈ വർഷത്തെ മാത്സ് പരീക്ഷ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു എന്നോർത്ത് വിദ്യാർത്ഥികൾ ഒരു തരത്തിലും ആകുലപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് മാത്രമായിരുന്നില്ല പരീക്ഷ ബുദ്ധിമുട്ടിച്ചത്. സ്റ്റേറ്റ് സിലബസിലെ മാത്സ് പരീക്ഷ എഴുതിയ എല്ലാ കുട്ടികൾക്കും ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാത്സ് പരീക്ഷയിൽ കിട്ടുന്ന മാർക്ക് അനുസരിച്ച് അർഹിച്ച റാങ്കുകളിലേക്ക് തന്നെ എത്തുവാൻ സാധിക്കും. ഇത് കൂടാതെ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ചോദ്യപേപ്പർ ആയിരുന്നു. ഇനി സ്റ്റാൻഡേർഡൈസേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വർഷം സ്റ്റാൻഡേർഡൈസേഷൻ നടക്കുന്നത് ഓരോ സിലബസിലെയും ടോപ്പേഴ്സിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വർഷം സ്റ്റാൻഡേർഡൈസേഷൻ എന്നൊരു പ്രോസസ്സ് നടക്കുന്നില്ല. കാരണം ഏത് സിലബസ് ആണെങ്കിലും ഫുൾ മാർക്ക് കിട്ടിയ ഏതെങ്കിലും ഒരു കുട്ടി ഉണ്ടാകും. അവരുടെ മാർക്ക് വെച്ച് സ്റ്റാൻഡേർഡൈസേഷൻ ചെയ്യുന്നതിൽ പ്രത്യേകം ഒരു അർത്ഥമില്ല. നിങ്ങൾക്ക് കിട്ടുന്ന +2 മാർക്ക് തന്നെ നിങ്ങളുടെ കീം റാങ്കുകളിലേക്ക് പരിഗണിക്കാൻ തന്നെയാണ് സാധ്യത. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉള്ളവരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. കോളേജ് ദോസ് പ്ലാറ്റ്ഫോം കീം എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ പരിഗണിക്കുവാൻ ശ്രമിക്കുക. നന്ദി.